കേരളത്തിലെ എല്ലാ വോട്ടർമാരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ SIR 2026 നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് കേരളത്തിലെ എല്ലാ വോട്ടർമാരും നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കേണ്ട ഒരു ലിസ്റ്റാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടിക. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകും. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ലോഗിൻ ആൻഡ് സൈൻ അപ്പ് എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് വരുന്ന പേജിൽ എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഒരു ക്യാപ്ച കോഡ് അതിന് താഴെയുള്ള ഒരു കോളത്തിൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ പേജ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലിവിടെ താഴെയായിട്ട് ഡൗൺലോഡ് ഇലക്ടറൽ റോൾ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റ് കേരളം എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഇയർ ഓഫ് റിവിഷൻ എന്നുള്ളതാണ്. അതിൽ ഇയർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് വരുന്നത് റോൾ ടൈപ്പ് എന്നുള്ളതാണ്. അതിലും അതുപോലെ തന്നെ SIR ഡ്രാഫ്റ്റ് റോൾ 2026 എന്നുള്ളത് വന്നിട്ടുണ്ട്. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അടുത്ത ഓപ്ഷൻ വരുന്നത് ഡിസ്ട്രിക്ട് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ ഡിസ്ട്രിക്ട് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ഭാഗത്ത് വരുന്നത് നിയോജക മണ്ഡലമാണ്. അസംബ്ലി എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ നിയോജക മണ്ഡലം ഏതാണോ വരുന്നത് അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അടുത്ത ഓപ്ഷൻ സെലക്ട് ലാംഗ്വേജ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് മലയാളം എന്നുള്ളത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതിന് താഴെ ഒരു ക്യാപ്ച കോഡ് അടിക്കാനുണ്ട്, അത് പഠിക്കേണ്ട. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ബൂത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. പാർട്ട് നമ്പർ ആൻഡ് പാർട്ട് നെയിം എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് സെർച്ച് ഓപ്ഷൻ മുകളിലുണ്ട്. ആ ഒരു സെർച്ച് ചെയ്യേണ്ട ഭാഗത്ത് നിങ്ങളുടെ ബൂത്തിൻ്റെ പേര് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ശേഷം ഈ ഒരു ബോക്സിൽ അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ മുകളിലുള്ള ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഇവിടെയുള്ള റിഫ്രഷ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ക്യാപ്ച കോഡ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുതിയ ക്യാപ്ച കോഡ് വന്നത് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ഇങ്ങനെ റിഫ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ക്യാപ്ച കോഡ് ചിലപ്പോൾ എററായി കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റിഫ്രഷ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് നൽകിയതിന് ശേഷം ഇവിടെ താഴെ കൊടുത്തുള്ള ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.